ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. അനീഷിനെ പോലെ താൻ മരിക്കുമായിരുന്നുവെന്ന് നെഞ്ചുപൊട്ടിക്കരയുന്നുണ്ട് ഒരു ബൂത്ത് ലെവൽ ഓഫീസർ. ജോലി പോകുന്നെങ്കിൽ പോകട്ടെ, താങ്ങാൻ പോകാത്തതുകൊണ്ടാണ് തുറന്നു പറയുന്നത് അവർ. അസുഖമാണെന്ന് പറഞ്ഞവരോട് നിങ്ങളുടെ സൗകര്യത്തിനല്ല ജോലി ചെയ്യേണ്ടതെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഒരു ഡെപ്യൂട്ടി തഹസിൽദാർ. ഭക്ഷണം കഴിക്കാൻ സമയമില്ല എന്നും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും പറ്റുന്നില്ല എന്നും മറ്റു ചിലർ പറയുന്നു. അച്ചടക്ക നടപടിയുടെ വാൾ തലയ്ക്കുമീതെ നിൽക്കുമ്പോഴാണ് സമ്മർദ്ദങ്ങളുടെ വേലിയേറ്റം. ഇതെല്ലാം മനുഷ്യസാധ്യമാണോ എന്ന BLOമാരെല്ലാം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഒരു ഉദ്യോഗസ്ഥന് പോലും പ്രയാസം ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് പറയുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ഇതിനു പുറമെയാണ് ഉയരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ. അനീഷിന്റെ മരണത്തിൽ ഉത്തരവാദി ജോലിഭാരം മാത്രമല്ല എന്ന് പറയുന്നു കോൺഗ്രസ്. CPIM ഭീഷണിപ്പെടുത്തിയതും കാരണമായെന്ന് കണ്ണൂർ DCC പ്രസിഡന്റ് ഇന്ന് ആരോപിക്കുന്നു. കൊന്നിട്ടോ കണക്കെടുപ്പെന്നാണ് ചോദ്യം. ചർച്ചയിൽ ഒരു വനിതാ BLO പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പേരോ അവരുടെ മുഖമോ കാണിക്കാൻ നിർവാഹമില്ല. KS അരുൺകുമാറാണ് CPIM പ്രതിനിധി. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്നും, MK അശോക് കുമാർ BLO കൂട്ടായ്മ പ്രസിഡന്റ്, S രാജേഷ് NGO സംഘ് ജനറൽ സെക്രട്ടറി എന്നിവരാണ്. ആദ്യം ഞാൻ MK അശോകിലേക്ക് പോവുകയാണ്. അശോക്, ഇന്ന് NGO മാത്രമല്ലല്ലോ, NGO അസോസിയേഷൻ മാത്രമല്ല, ഇന്ന് സംസ്ഥാന വ്യാപകമായി എല്ലാവരും പങ്കെടുത്ത BLOമാരുടെ പ്രതിഷേധം 25,000-ഓളം BLOമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷേധത്തിനൊടുവിൽ എന്തെങ്കിലും ശുഭസൂചകമായി എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രതികരണങ്ങൾ ലഭിക്കുന്നുണ്ടോ? നമസ്കാരം. നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അനീഷ് ജോർജിൻ്റെ അകാല വേർപാടിൽ അനുശോചനം അറിയിക്കുകയാണ്. തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമായിട്ടാണ് നമ്മുടെ കൂട്ടായ്മ ഇതിനെ കാണുന്നത്. മാഡം ചോദിച്ച പോലെ ഇതൊരു സമര സംഘടനയല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നടത്തിയ സമരത്തോട് നമ്മുടെ BLO കൂട്ടായ്മക്ക് അനുകൂലമല്ല. കാരണം ഒരു BLO ആയി നിയമിക്കപ്പെടുന്നത് അത് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലിയായി കണ്ടുകൊണ്ട് ചെയ്യണം എന്നുകൊണ്ട് നിയമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ജോലി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അതിൻ്റെ നിയമാവലിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് സമയബന്ധിതമായി ചെയ്തു തീർക്കേണ്ടതുണ്ട്. ഇന്നത്തെ ദിവസം ഒരു പ്രത്യക്ഷ സമരപരിപാടി അല്ലെങ്കിൽ പ്രതിഷേധ നിലയിൽ പല സർവീസ് സംഘടനകളും ചെയ്തിട്ടുണ്ട്. പക്ഷേ BLO കൂട്ടായ്മ ഒരു സമരം ചെയ്തുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കണം എന്നതിലുള്ള ഒരു സംഘടനയല്ല. തികച്ചും ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അന്വേഷിച്ചുകൊണ്ട് BLOമാരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ടാക്കിയ ഒരു കൂട്ടായ്മയാണ്. അപ്പം ഇതിലിപ്പം ഇദ്ദേഹത്തിൻ്റെ ഈ അകാല വേർപാട് തീർച്ചയായും ഉദ്യോഗസ്ഥ തലത്തിലുള്ള പിരിമുറുക്കം അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം നമ്മൾ യോഗം ചേർന്നപ്പോഴും ആ നിലയിലാണ് നമ്മുടെ BLOമാരെല്ലാം തന്നെ പല ജില്ലകളിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടിയത്. കാരണം ഈ നമ്മുടെ മേലുദ്യോഗസ്ഥർ പലപ്പോഴും പ്രഷർ നൽകുന്ന തരത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര ശതമാനമായി ഒരു ദിവസം എത്ര ഫോമുകൾ എത്തിക്കണം? എങ്ങനെയാണ് അത് കണക്ക്? ഒരു ദിവസം എത്ര ഫോമുകളാണ് എത്തിക്കേണ്ടത്? ഒരു ദിവസം നിലാണെങ്കിൽ നമ്മൾക്കിപ്പോൾ തന്ന ടൈം നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള സമയത്തിനുള്ളിൽ ഈ SIRമായി ബന്ധപ്പെട്ട ഈ ഫോമുകൾ വിതരണം ചെയ്തുകൊണ്ട് ഫോണിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കണം എന്നാണ് നമുക്ക് കിട്ടിയ നിർദ്ദേശം. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കോളുകൾ വരികയാണല്ലോ, അതിലെന്താണ് ആവശ്യപ്പെടുന്നത്? അതിൽ നിങ്ങളെ ടാർഗറ്റ് അച്ചീവ് ആയിട്ടില്ല എന്നാൽ ഒരു മാർക്കറ്റിംഗ് തന്ത്രം മോഡലിലാണ് പലപ്പോഴും എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക. അതിപ്പം അവർ അങ്ങനെ പറയുന്നില്ല. പക്ഷേ എങ്കിൽ ഇത്ര എണ്ണം എന്നല്ല, മാക്സിമം ഇപ്പം ഒരു 69 താഴെയാണെങ്കിൽ ആ ഫോം നമ്മൾ വന്നതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൻ്റെ അടിയിൽ പച്ച മാർക്ക് ഉണ്ടാവും, അതുപോലെ പിങ്ക് ഉണ്ടാവും. അങ്ങനെ പല കളറിലാണ് നമ്മുടെ ഈ BLOമാർ. ഇപ്പം ഞാൻ പയ്യന്നൂർ മണ്ഡലത്തിൽ ഉള്ള ആളാണ്. 150 ബൂത്തുകളുണ്ട്. അപ്പോൾ ഈ 150 ആളെ പേരും വരുമ്പോൾ അതിൽ ചെയ്യാത്ത ആളത് പച്ച അങ്ങനെ ഉണ്ടാവും, പിന്നെ 70% മേലെയുള്ളത് പിങ്ക് കളർ ഉണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്വാഭാവിക ചിലവർക്ക് മടിയുണ്ട്. അപ്പം
ശരിക്കും അപ്ലോഡ് ചെയ്യാത്തവരിപ്പം നമ്മൾ ഫോം കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നാലും അതിന് വരുന്നില്ല. അപ്പം നമ്മൾ ഫോം കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ആപ്പിൽ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇത്ര ഫോം ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റൂ. അപ്പം ഈ അനീഷ് ടോറിനെ സംബന്ധിച്ച് 1065 വോട്ട് ആണ് ഉള്ളത്. ഒരു മിനിറ്റ് മാഡം, അതിൽ 724 എണ്ണം അവൻ കൊടുത്തിട്ടുണ്ട്. വെറും 341 മാത്രമാണ് പെൻഡിങ് ഉള്ളത്. അപ്പം 67.98% വർക്ക് അവൻ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് ശേഷവും തലേന്ന് അവനെ വിളിച്ചു എന്നുള്ളതാണ് ഇവിടെ ഭീകരമായിട്ട് കാണുന്ന അവസ്ഥ. അപ്പം സ്വാഭാവികമായും അവൻ്റെ വീട്ടിൽ നിന്ന് അച്ഛൻ പറഞ്ഞത് തലേന്ന് 1 മണിയിൽ കൂടുതൽ സമയം അവൻ അവിടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ശരി, ഞാൻ ബാക്കിയുള്ളവരിലേക്ക് വരാം. ഞാൻ ആദ്യം വനിതാ BLOയിലേക്ക് ഒന്ന് പോവുകയാണ്. ഞാൻ പേര് പറയുന്നില്ല, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം മേഡം. ഒരു BLO എന്ന നിലയ്ക്ക് ഒരു BLO എന്ന നിലയ്ക്ക് താങ്കളുടെ ഒരു ദിവസം ഒന്ന് വിശദീകരിക്കാമോ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതിരാവിലെ എഴുന്നേറ്റാണ് നമ്മളിത് കൊടുക്കാൻ. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരുന്നു. ഇവിടെ വീട്ടുകാരെ കാണണമെങ്കിൽ കുറേ ദൂരങ്ങൾ പോകണം, അടുത്തടുത്താവില്ല. ഇതിൽ ലിസ്റ്റിലുള്ള ആൾക്കാരെ കിട്ടണമെങ്കിലും പ്രയാസമാവുന്നുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ. ഇതിപ്പോൾ ഞാൻ 8ാം തീയതി BL ആയിട്ട് ജോലിയിൽ പ്രവേശിച്ച ആളാണ്. ആദ്യമായിട്ട് എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് 141 ബൂത്തിൻ്റെ ചാർജാണുള്ളത്. അപ്പം അതിൽ ഉള്ളത് നമ്മുടെ വാർഡിലല്ലാത്ത ഒരുപാട് പേരുണ്ട്. എൻ്റെ സ്ഥലങ്ങൾ പിന്നെ ലക്കിടി, അറമല, പിന്നെ പൂക്കോട് ഡയറി, അങ്ങനെ കുറേ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പ്രയാസം. ഇപ്പം 8ാം തീയതി തന്നിട്ട് എനിക്ക് ഒരു ദിവസം ഈ ശനിയാഴ്ചയാണ് ഒരു സ്റ്റാഫിനെ എനിക്ക് സഹായത്തിന് ഇട്ട് തന്നില്ല. അതുവരെ ഞാൻ ഒറ്റയ്ക്കാണ് കൊടുത്തത്. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ സമ്മർദ്ദം അത്രയും. നമ്മൾ ഈ പോകുമ്പം ഒരു ഫോം കൊടുക്കുമ്പോൾ അത് സ്കാൻ ചെയ്തിട്ട് വേണം അവർക്ക് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ പോകുമ്പോൾ അവരെ ഓരോ വഴിക്ക് വീട്ടിലെല്ലാവരും ശരിക്കും പുറത്തുനിന്നാണ് കാണുന്നതെങ്കിൽ അവർക്കതിന് സമയമില്ല അത് വാങ്ങാൻ. ഇനി നെറ്റിൻ്റെ പ്രശ്നം വരുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നു. അപ്പോൾ ഒരു കോപ്പി അവർക്ക് കൊടുക്കാൻ കഴിയുള്ളൂ. ഒരു ഫോം ഒരാൾക്ക് 2 ഫോം വീതം, അപ്പോൾ ഒന്നേ കൊടുക്കാൻ കഴിയുന്നുള്ളൂ. പിന്നെ ഇത് കൊടുത്തെന്ന് കാണിക്കുമ്പോൾ വീട്ടിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് അല്ലെങ്കിൽ റേഞ്ചുള്ള സ്ഥലത്ത് നമ്മളത് സ്കാൻ ചെയ്ത് കയറ്റേണ്ടി വരിക. അപ്പോൾ വീണ്ടും അവരെ വീട്ടിലേക്ക് പോകേണ്ടി വരിക. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്. എൻ്റെ ബൂത്തിൽ എനിക്ക് 1316 വോട്ടേഴ്സിൻ്റെ ഉണ്ട്. ഇത് കൊടുക്കണം. ഞാനിനി കുറച്ച് ഫോമും കൊണ്ട് ബാക്കി മുഴുവൻ കൊടുത്തു കഴിഞ്ഞു. ഭയങ്കര പ്രയാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസം. കഴിയുന്നില്ല. ഒരു ദിവസം എത്ര മണിക്കൂർ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ ഒരു പ്രായമായ അച്ഛനാണ്. ഞാൻ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 10 ദിവസം അടുപ്പിച്ച് 8ാം തീയതി മുതൽ ഇന്ന് വരെ ഇന്നിപ്പോൾ ഈ സഹോദരങ്ങളെ ഞാൻ യാദൃശ്യമായിട്ട് കൽപ്പറ്റയ്ക്ക് പോയതാണ്. എൻ്റെ ജോലി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആൾക്കാരെ കാണുന്നില്ല. അവരെ വീട് പണ്ടുള്ള സ്ഥലത്ത് ഇല്ല അന്വേഷിച്ചപ്പോൾ. അപ്പോൾ ഇങ്ങനെ മറ്റുള്ളവർ ഇന്ന ഭാഗത്തുണ്ട് എന്ന് പറഞ്ഞ് പോകുമ്പോൾ അങ്ങനെയൊക്കെ പല ഭാഗത്ത് പോയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. എന്നാൽ ഒരു വീട്ടിൽ പോയപ്പോൾ അവിടെ ആളില്ല. അങ്ങനെ വേറെ അവരൊക്കെ പുതിയ ആൾക്കാരെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ കുറേ ദൂരെ വേറൊരു വീട്ടിൽ അവിടെ കൊടുത്തേൽപ്പിച്ചു. ആ അച്ഛനെയും അമ്മയെ ഉള്ളൂ എന്ന് അവിടെ അറിഞ്ഞു. അവിടെ കൊടുത്തേൽപ്പിച്ചു. ഞാൻ എൻ്റെ പേരും ഫോൺ നമ്പർ ആ ഫോമിൻ്റെ പുറകെ എഴുതി കൊടുത്തിട്ടുണ്ട്. അവർ വീട്ടിലെത്തുമ്പോൾ എന്നെ വിളിക്കാൻ പറയണം. അവർ വേറെ എവിടെയോ പോയതാന്ന് പറഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാം, എല്ലാ കാര്യം ഞാൻ ചെയ്ത് കൊടുക്കാൻ, തിരിച്ച് ഞാൻ വാങ്ങി കൊണ്ടുവരാൻ ഞാൻ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ വരുന്നത്. പിന്നെ പ്രായമുള്ളവരാകുമ്പോൾ അവർക്ക് നമുക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തരാൻ കഴിയുന്നില്ല. പിന്നെ നമുക്ക് വേഗം ഒരു ഫോം ഒരു വീട്ടിൽ കൊടുത്ത് വരാൻ കഴിയുന്നില്ല. ഓരോരുത്തരെ കാണുമ്പോൾ അത് എങ്ങനെ പൂരിപ്പിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരണം. ഒരു വീട്ടിൽ എത്ര സമയം നിൽക്കേണ്ടി ചിലവർ നമ്മളോട് എന്താ പറയുക ഒരു കുറേ സമയം വരുന്നുണ്ട് മാം. നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പൂരിപ്പിക്കണം എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വൈകും. ഇനി സ്കാൻ ചെയ്യാൻ നെറ്റിൻ്റെ പ്രശ്നമാകുമ്പോൾ അവിടെ കുറച്ച് സമയം വരുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ അങ്ങനെ 3 ദിവസം ഞാൻ കൊടുത്തപ്പം എനിക്കിങ്ങനെ കൂടുതൽ കവർ ചെയ്യാൻ പറ്റുന്നില്ല. കുറേ കൂടുതൽ ഫോം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ രാത്രി മുഴുവൻ ഇരുന്നിട്ട് സ്കാൻ ചെയ്യും. ഓരോ സെറ്റ് തിരിച്ച് വെച്ച് സ്കാൻ ചെയ്തിട്ട് അതിരാവിലെ എഴുന്നേറ്റിട്ട് നമ്മളിത് കൊടുക്കാൻ പോവുകയാണ്. രാത്രിയാകുമ്പോഴാണ് വരുന്നത്. രാത്രിയാകുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം കൊടുക്കുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു സെറ്റ് സ്കാൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഞാനീ പോകുന്നത്. എനിക്ക് കുറച്ച് ആളെ അറിയുള്ളൂ, ബാക്കി അറിയാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ എൻ്റെ അച്ഛൻ പറ്റുന്നത്ര സഹായിക്കുന്നുണ്ട്. എനിക്ക് ചെയ്യാൻ എൻ്റെ എന്താ പറയുക
ഒറ്റ തളർന്നു പോകും. എൻ്റെ അച്ഛനും പരമാവധി എന്നെ സഹായിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ BLA-മാർ ആരും വരുന്നില്ലേ? BLA-മാർ വരുന്നില്ലേ? സഹായിക്കാനില്ല. നിങ്ങളുടെ കൂടെ BLA-മാർ ആരുമില്ല. എൻ്റെ മുന്നിലുണ്ടായ ചേട്ടന് വേറെ ഇലക്ഷൻ ഡ്യൂട്ടിയാണ് ചേട്ടന്. വേറെ ആരും എനിക്കില്ല. ഞാൻ സഹായം ചോദിച്ചിരുന്നു, കിട്ടിയില്ല അവരടുത്ത്. ഈ ലാസ്റ്റ് ദിവസം ടാർഗറ്റ് ആക്കേണ്ട 15-ാം തീയതി ആയിട്ടാ എനിക്ക് ഒരു വില്ലേജിലുള്ള ഒരു സ്റ്റാഫിനെ എനിക്ക് തന്നത്. രാത്രിയൊക്കെ വൈകി നിലയ്ക്ക് ഒരു പ്രത്യേക വൈകി തീർച്ചയായിട്ടും വൈകുന്നുണ്ട്. ഈ പൂക്കോട് ഡയറി അവിടെയൊക്കെ വരുന്ന ഒറ്റയ്ക്കാണ് പോകുന്നത്. മൃഗങ്ങളെ ശല്യങ്ങളുള്ള ഏരിയ ഉണ്ട്. വയനാട്ടിൽ നിന്ന് മൃഗശല്യമുള്ള ഏരിയ ഉണ്ട്. ഒറ്റയ്ക്കാണ് പോകുന്നത്. എൻ്റെ കൂടെ ആകെ വരാനുള്ള എൻ്റെ അച്ഛനാണ്. അച്ഛന് പിന്നെ വേറെ ഭാഗത്ത് ഈ ഫോം കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരാൻ കഴിയുന്നില്ല. പിന്നെ ഒരു ചെറിയ മോനാണുള്ളത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് പ്രയാസം നല്ലോണം നിരീക്ഷ. എന്നിരുന്നാലും എൻ്റെ ജോലിൻ്റെ എത്ര മാക്സിമം ചെയ്ത് ഇനി കുറച്ച് ഫോമേ ചെയ്യാം. ഈ സമയത്ത് ഉദ്യോഗസ്ഥരിൽ നിന്നും സമ്മർദ്ദമുണ്ടോ? ഇതിനിടയ്ക്ക് ഇനിയിപ്പോൾ 1316 ഫോമുകളാണ് കൊടുക്കാനുള്ളത് അല്ലേ? എങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് സമ്മർദ്ദമുണ്ടോ? നിങ്ങൾക്ക് വേഗം ചെയ്യേണ്ടതുണ്ടെന്നുള്ള സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ 1316 ഫോമിൽ ഇനി കുറച്ച് ഫോമുകൾ എനിക്ക് കൊടുക്കാനുള്ളൂ. ബാക്കി മുഴുവൻ രാവും പകലും പണിയെടുത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം ഒരു സാറ് എനിക്ക് എൻ്റെ കൂടെ ഒരു സ്റ്റാഫിന് ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ഫോമേ എനിക്ക് കൊടുക്കാനുള്ളൂ. ഇനി കൊടുത്ത ഫോമുകൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അതിലും ദുർഘടമായ കാര്യമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഓരോ ഫോമും ഓരോ ഈ പറഞ്ഞ വീടുകളിൽ പല ഭാഗങ്ങളിൽ കുന്നും മലയും കാടും മേടൊക്കെ പോയിട്ട് എവിടെ നിന്ന് കളക്ട് ചെയ്യാറേ ഒരു വനിതാ BLO നിലയ്ക്ക് എനിക്ക് എന്താ പറയുക മരിക്കുന്ന തുല്യം കഴിയുന്നില്ല. ഇന്ന് ഞാൻ കളക്ടർക്ക് റിപ്പോർട്ട് ചെയ്ത് ഇത് യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും ചാനൽ വന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തിയല്ല. ഇന്ന് ഞാൻ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരൻ മരിച്ചതിന് അതിന് പ്രതിഷേധാർത്ഥ പോരാ. പക്ഷേ ഞാൻ രാവിലെ മുതൽ ഫീൽഡിലായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്തിയത്. അപ്പം ഞാൻ എത്തിക്കഴിഞ്ഞ് ഞാൻ അന്ന് അവരോട് സംസാരിക്കട്ടെ ചോദിച്ചു. അവർ വേറെ പരിപാടി നടക്കുകയായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്ത ഒരാൾക്കാകുമ്പോൾ നമ്മൾ അത്രയും ഭാരമുണ്ടോ എന്ന് എനിക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പം യാദൃശ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ ഇവരെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്കൊരു സംസാരിക്കണം, എൻ്റെ പ്രയാസങ്ങൾ അറിയണം. കാരണം അത്രയും പ്രഷറാണ് എനിക്ക്. ഒറ്റയ്ക്ക് നമ്മൾ ഈ കാട്ടിലൂടെ അവിടെ ഇവിടെ നടക്കുമ്പോൾ പലതരം പ്രയാസങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലവർക്ക് മോശമായിട്ട് നമ്മൾ പെരുമാറുന്നു. നമ്മളെ വോട്ട് ഇല്ലാതാക്കാൻ വന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ പെരുമാറുന്നുണ്ട്. അപ്പം പിന്നെ എന്താ പറയുക ഇപ്പം പൂരിപ്പിച്ച് എനിക്ക് തരണം എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പ്രയാസങ്ങൾ പെട്ടപ്പോഴും ഞാൻ അവരെ രേഖ കറക്റ്റുള്ളത് ഞാൻ പൂരിപ്പിച്ച് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ 141 ബൂത്തിൽ 009 ഭാഗം എനിക്ക് വരുന്നത്. അതിലുള്ള ഒരാളതാണെങ്കിൽ എനിക്ക് എൻ്റെ ലിസ്റ്റ് നോക്കിയിട്ട് കണ്ടുപിടിക്കാം 2002 ഡീറ്റെയിൽ. അപ്പം ഞാൻ കുത്തിയിരുന്ന് അവരെ വാങ്ങി വരുന്നുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങൾ അങ്ങനെയും വന്നിട്ടുണ്ട്. പക്ഷെ അവർ നിർബന്ധപൂർവ്വം ചെയ്യും. പക്ഷെ കറക്റ്റ് രേഖകളാണ് ഞാൻ ചെയ്ത് കൈയോടെ ഞാൻ വാങ്ങുന്നുണ്ട് മാം. ശരി, വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. ഒറ്റയ്ക്ക് ഈ ജോലി ചെയ്യാറിനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ വരെ ചെയ്യാൻ നമുക്ക് സമയമല്ലേ. ഒരു ദിവസം അപ്പം ഞാൻ ഭക്ഷണം കഴിച്ചു ഉച്ചയ്ക്ക്. അന്ന് എൻ്റെ കൂടെ നമ്മളെ വില്ലേജിലെ സ്റ്റാഫിനെ ഡ്യൂട്ടിക്ക് ഇട്ട ഒരു ദിവസം അന്ന് ഞാൻ കഴിച്ചു ഭക്ഷണം. ആ ചേട്ടനുള്ളത് കൊണ്ട് ഞാൻ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. എന്നിട്ടും നമ്മൾ അവിടെ കടയിലിരിക്കുമ്പോൾ അവരോട് ചോദിക്കുക ഈ ആൾക്കാരെ അറിയോ അങ്ങനെ ചോദിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ സ്ഥലം കണ്ടുപിടിക്കുന്ന ആൾക്കാർ. നമ്മളെ വാർഡിലല്ലാത്തവരാണ് ഒരുപാട് വരുന്നത്. ഭയങ്കര വിഷമം എനിക്ക്. തളർന്നു. ഞാനിപ്പം എൻ്റെ അച്ഛനോട് മാത്രമാണ്, അല്ലെങ്കിൽ ആ ചേട്ടൻ്റെ മുന്നേ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാവും. കാരണം അത്ര സമ്മർദ്ദം എനിക്ക് വരുന്നുണ്ട്. പല ഭാഗത്തിൻ്റെ സമ്മർദ്ദം എന്ന് വെച്ചാൽ തളർന്നു പോവുക. എന്നപ്പോൾ ഞാനിപ്പോൾ രാവിലെ അവരെ കണ്ടു. ഇത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് വേറെ ഫോമുകൾ കൊടുത്തു വരും. ഇപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വീട്ടിലെത്തിയുള്ളൂ. ഇവരെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എനിക്കൊന്ന് ഫ്രഷ് ആകാനും കൂടി സമയം കിട്ടിയില്ല. കാരണം പണിയാണ്. ചെയ്ത ജോലി 100% ചെയ്യും എന്നുള്ള പൂർണ്ണമായി ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ചെയ്യാൻ സമയം കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മനസ്സിലാകുന്നു. KS അരുൺകുമാറിലേക്ക്. അരുൺകുമാർ, ഇപ്പോൾ കേട്ടല്ലോ BLOമാരിൽ അധികവും സ്ത്രീകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര BLOമാരുണ്ട് എന്നുള്ള പൂർണ്ണമായ കണക്ക് എൻ്റെ കൈവശമില്ല. പക്ഷേ അധികവും സ്ത്രീകളാണ്. ബുദ്ധിമുട്ടുന്ന സാഹചര്യം മനസ്സിലാവുന്നല്ലോ. നമുക്ക് അനീഷിന്റെ വിഷയം വേറെ രൂപത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു വനിതാ BLOയുടെ പ്രതികരണം, ആ വിഷയത്തിൽ എന്താണ് CPM-ന് പറയാനുള്ളത്? ഈ വനിതാ BLO പറഞ്ഞത് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ്. ഒരു പ്രതിനിധി എന്ന രൂപത്തിൽ, അതായത് കേരളത്തിലെ മുഴുവൻ BLOമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രതിനിധി പറയുന്ന അവരുടെ എല്ലാവരുടെയും ശബ്ദം എന്ന രൂപത്തിൽ തന്നെയാണ് നമ്മളിതിനെ കാണേണ്ടത്. കാരണം ഇവരൊന്നും ഇവരുടെ ജനിച്ചു വളർന്ന നാട്ടിലോ സ്വന്തം പ്രദേശത്തോ അല്ല BLOമാരായിട്ട് ചുമതല നിർവഹിക്കുന്നത്.
ഇവർക്ക് അലോട്ട് ചെയ്തു കൊടുക്കുന്ന സ്ഥലത്ത് പോയി ഇവർ അവരുടെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പോൾ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. 2002 വീടുകളുടെ ഘടനയോ സംവിധാനമോ ഒന്നല്ല. നിരവധി ഫ്ലാറ്റുകൾ, നിരവധി വില്ലകളെല്ലാം വന്നു. സമൂഹത്തിൽ വലിയ മാറ്റം വന്നു. ഇവർ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പോയി ഈ വീടുകളെല്ലാം കണ്ടെത്തണം, വീട്ടിലുള്ള ആളുകളെ കണ്ടെത്തണം, അതിലുള്ള വ്യക്തികളുമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം, ഫോം കൊടുക്കണം, ആ ഫോം പൂരിപ്പിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, പിന്നീട് പോയി ആ ഫോം കളക്ട് ചെയ്യണം. അതിനുശേഷം സ്വന്തം മൊബൈലിലേക്ക് ആ ഫോമിലൂടെ വരുന്ന വിവരങ്ങൾ മുഴുവൻ ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തണം. ഇത് വളരെ ഗൗരവമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വിപുലമായിട്ടുള്ള സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ അരമണിക്കൂർ ഒരു വീട്ടിൽ ചെലവഴിക്കേണ്ടി വരും എന്നതാണ് അനുഭവമുള്ള BLOമാർ, ഇങ്ങനെ പോയ BLOമാർ ഞങ്ങളോട് പറഞ്ഞത്. ഒരു വീട്ടിൽ അരമണിക്കൂർ വരെ, 20 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ചെലവഴിച്ചാൽ 12 മണിക്കൂറും ഡ്യൂട്ടി ചെയ്താൽ അവർക്ക് അന്ന് സന്ദർശിക്കാൻ കഴിയുന്ന വീടുകളുടെ എണ്ണം 24ആണ്. അത് 30 വീടെന്ന് കൂട്ടിയാൽ പോലും ആകെയുള്ള 30 ദിവസം കൊണ്ട് 900 വീടാണ് അവർക്ക് സന്ദർശിക്കാൻ കഴിയുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 1200 ശിഷ്ടം വീട്, 1200 മുതൽ 1500 വരെ വീടുകൾ ഓരോ വാർഡുകളിലുമുണ്ട്, ഓരോ ബൂത്തുകളിലുമുണ്ട്. ശരിക്കും 3 തവണ വീടുകൾ സന്ദർശിക്കണമെന്നതാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, 1300 വീട് 3 തവണ സന്ദർശിക്കണമെങ്കിൽ 3900 സന്ദർശനമായി മാറി. എത്ര കഷ്ടപ്പെട്ടാലും ഇവർക്ക് ഈ അരമണിക്കൂർ ഒരു വീട്ടിൽ ചെലവഴിക്കേണ്ടി വന്നാൽ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും ബുദ്ധിമുട്ട്, നിരവധി സംശയങ്ങളാണ് വീട്ടുകാർ ചോദിക്കുന്നത്. പകൽ സമയത്താണല്ലോ ഇവർ വീടുകളിൽ ചെല്ലുക. ആ സമയത്ത് വീട്ടിലുള്ള വീട്ടുടമസ്ഥനൊക്കെ ജോലിക്ക് പോകും. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളടക്കമുള്ളവർ അവർ നിത്യവൃത്തിക്ക് വേണ്ടി പല ജോലിക്ക് പോകുന്നവരാണ്. കോളേജ് സ്റ്റുഡൻസ് എല്ലാം കോളേജിലാണ്. വളരെ പ്രായമായ മുത്തച്ഛനും മുത്തശ്ശിമാരും മാത്രമാണ് വീടുകളിലുള്ളത്. അവർക്ക് ഡിജിറ്റലായിട്ടുള്ള രേഖ കൊണ്ടുപോയി കൊടുക്കാനും അതുപോലെ ഇത്തരം ഇവർ ചോദിക്കുന്ന സംശയങ്ങൾക്ക് അപ്പം തന്നെ മറുപടി കൊടുക്കാനും ഒന്നും കഴിയില്ല. അപ്പോൾ ഫോം കൊടുത്തിട്ട് പോകണം. പിന്നീട് വരുമ്പോൾ ചിലപ്പോൾ 1-2 മെമ്പേഴ്സാണ്. അപ്പം 3 സന്ദർശനം പോരാ, അതിൽ കൂടുതൽ സന്ദർശനം വേണ്ടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. പിന്നീട് ഇത്തരത്തിൽ ഫോം ഫില്ല് ചെയ്ത് കിട്ടിയാൽ ഇത് മുഴുവൻ സ്വന്തം മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്യണം എന്നുള്ള പുതിയ നിർദ്ദേശമാണ് ഇപ്പോൾ കൊടുത്തത്. എല്ലാവരും ഇതിൽ ടൈപ്പിങ്ങിലൊന്നും അത്ര എക്സ്പെർട്ട് ആയിരിക്കില്ല. പ്രത്യേകിച്ച് നെറ്റ് കണക്ഷൻ്റെ പ്രശ്നമുണ്ട്. വളരെ പിന്നോക്കമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത ഉള്ള പ്രദേശങ്ങൾ ഉണ്ടാവും. അത്തരത്തിലുള്ളവരെല്ലാം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇന്നലെ ആത്മഹത്യ ചെയ്ത ബഹുമാനപ്പെട്ട അനീഷ് ജോർജ് ആണെങ്കിലും രാത്രി 1:45 വരെ ഇരുന്ന് ജോലി ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ പിതാവ് തന്നെ പറയുകയുണ്ടായി. വലിയ ഫ്രസ്ട്രേഷനിലായിരുന്നു എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഇന്ന് പല വോയിസ് മെസ്സേജുകളും പല ചാനലിലൂടെയും പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ BLO പറഞ്ഞതും അവിടെ ഹൃദയത്തിൽ നിന്നുള്ള വാചകങ്ങളാണല്ലോ. അവർ കണ്ണു നിറഞ്ഞു പോകുന്നത് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ട്. ഇതിന്റെ ഇടയിൽ ടാർഗറ്റ് നിശ്ചയിക്കുന്നു. ഇത്ര ദിവസത്തിനുള്ളിൽ ഇന്ന വർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജോലിയെ ബാധിക്കും എന്ന രൂപത്തിൽ കർശനമായിട്ടുള്ള വിരട്ടൽ പല കളക്ടർമാരുടെ ഭാഗത്തുനിന്നും അവരുടെ ഓഫീസിൽ നിന്നും വരികയാണ്. അതുകൊണ്ട് വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നം തന്നെയാണ്. രാഷ്ട്രീയ പാർട്ടികൾ എന്താ ചോദിച്ചത്? ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണ്. ഇപ്പോഴുള്ള വാർഡും ബൂത്തുമെല്ലാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ബൂത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമിശാസ്ത്രപരമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി ഇറങ്ങി കിടക്കുക. ഇപ്പൊ നാട്ടിൽ വന്ന് ചോദിച്ചാലും എല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വാർഡും ബൂത്തിനെ കുറിച്ച് പറയൂ, അതിർത്തികളൊക്കെ പറയൂ. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്കൊന്ന് മാറ്റിവെക്ക്, അത് കഴിഞ്ഞിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാം എന്നല്ലേ പറഞ്ഞത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് ആവശ്യപ്പെട്ടല്ലോ. പക്ഷേ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഡിസംബർ മാസം 9 തന്നെ കരട് നിയമസഭാ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കണം. അതുകൊണ്ട് നവംബർ 4 മുതൽ ഡിസംബർ 4 വരെയുള്ള തീയതികളിൽ ഇത് പൂർത്തീകരിക്കണം എന്ന് കർക്കശമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇടപെടുന്നത് നാം കാണുകയാണ്. അത് ഈ നാടിന്റെ സാമൂഹ്യ യാഥാർത്ഥ്യം കാണാതെയുള്ള ഇടപെടലാണ്. ജനങ്ങളുടെ വികാരം മനസ്സിലാക്കാതെയാണ്. സർക്കാർ ജീവനക്കാരാണെന്ന് വെച്ചിട്ട് അവരെ കൊലയ്ക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. ഇത്രയധികം വളരെ ഭാരിച്ച ഉത്തരവാദിത്വം അവരെ ഏൽപ്പിച്ച് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ഹരാസ് ചെയ്യുക, ടാർഗറ്റ് നിശ്ചയിക്കുക, അതിന്റെ പേരിൽ വിരട്ടുക, വിലപേശുക, ഇതൊന്നും ഒരു രീതിയിലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നൊരു വാർത്ത വന്നു, ട്രെയിന് മുന്നിൽ ചാടിയാണ് ഒരു BLO ആത്മഹത്യ ചെയ്തത്. ബംഗാളിൽ നിന്നുള്ള വാർത്ത വരുന്നു, പലരും ആത്മഹത്യക്ക് ശ്രമിച്ച വാർത്തകൾ പുറത്തു വരികയാണ്. ഇപ്പൊ നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരനെയാണല്ലോ ഇപ്പൊ നഷ്ടപ്പെട്ടത്. 1 മുഴം കയറിൽ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോ 4-ാം തീയതി ആരംഭിച്ച ഈ ഫോം കൊടുക്കൽ ഇന്ന് 17-ാം തീയതി ആയുള്ളൂ. ഒരു 10-13 ദിവസമേ ആയുള്ളൂ. ഇനി ഫോം തിരിച്ചു വാങ്ങിച്ച് ഇത് മുഴുവൻ ഡേറ്റ സ്വന്തം മൊബൈലിലേക്ക് ടൈപ്പ് ചെയ്യണം എന്നൊക്കെ വരുമ്പോൾ വലിയ സമ്മർദ്ദത്തിലേക്ക് ഇവർ പോകും. ഡിസംബർ 4-ന് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഇവർ ഭയങ്കര ഭയത്തിലാണ്, പേടിയിലാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും ആത്മഹത്യകളും സ്ട്രോക്കും മറ്റു മാരക രോഗങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് എന്തായാലും കേന്ദ്ര ഗവൺമെന്റ് കണ്ണു തുറക്കണം, ഇലക്ഷൻ കമ്മീഷൻ കണ്ണു തുറക്കണം. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് പറഞ്ഞത് മാറ്റർ സുപ്രീം കോടതിയിലാണ്, അതുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകൂ. പക്ഷെ നിയമപരമായിട്ടുള്ള നൂലാമാലകളൊക്കെ പറഞ്ഞാലും
കൂടുതൽ അപകടമുണ്ടാക്കുന്ന സാഹചര്യം വരും. അതുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വലിയ തിരക്ക് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വാർഡും ബൂത്തൊക്കെ പ്രത്യേക രൂപത്തിൽ കിടക്കുമ്പോൾ അതിന്റെ ആ ഒരു കാലയളവ് കഴിഞ്ഞിട്ട് ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുന്നതാണ് ഉചിതം. അതിനുവേണ്ടി നമ്മുടെ സർക്കാർ ജീവനക്കാരെ ബലി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ അടിയന്തരമായി ഇതിൽ തീരുമാനമെടുക്കണം എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി, സന്ദീപ് വാര്യർ, ഇപ്പോൾ അനീഷിന്റെ മരണത്തിന് ശേഷം കൂടുതൽ BLOമാർ പ്രതികരണവുമായി രംഗത്ത് വന്നു. ഇന്നിപ്പോൾ നമ്മുടെ ചർച്ചയിൽ തന്നെ ഒരു വനിതാ BLO പങ്കെടുക്കുകയാണല്ലോ. എങ്ങനെയാണ് അവരുടെ ഒരു ദിവസം കടന്നു പോകുന്നത്? കഴിഞ്ഞ 10 ദിവസമായി കടന്നു പോകുന്ന സാഹചര്യമാണ് വിവരിക്കുന്നത്. അവരുടേതല്ലാത്ത വാർഡിലേക്ക് വരെ പോകേണ്ടി വരുന്നു, രാത്രി സമയം സഞ്ചരിക്കേണ്ടി വരുന്ന സാഹചര്യം. ഇപ്പോൾ എല്ലായിടത്തും തെരുവ് നായ്ക്കളുടെ ആക്രമണമുണ്ട്, അതും അവർ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അങ്ങനെ പല പല സംഘർഷങ്ങളിലൂടെയാണ്. അതല്ല അത് വീടുകളിലേക്ക് പോയാലോ, പല വീടുകളും സഹകരിക്കാത്ത സാഹചര്യം, ഇവർ വന്ന് ഗേറ്റ് തുറന്നു തരാതെ അകത്തേക്ക് കയറ്റാതെയുള്ള സാഹചര്യം, അത്തരം അപമാനങ്ങൾ എല്ലാം നേരിടുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ ഇനി ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ SIRമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല എന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നില്ല. സ്മൃതി, ബഹുമാന്യായിട്ടുള്ള ആ BLO സഹോദരിയുടെ വാക്കുകൾ കേട്ടിട്ട് വസ്തുത്തിൽ വലിയ വിഷമവും ദുഃഖവും ഒരു രോഷവും ഒക്കെയാണ് എനിക്ക് തോന്നിയത്. ഒരുപക്ഷെ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങൾ, അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഇത് കേരളത്തിലെ പൊതുമനസാക്ഷി റിപ്പോർട്ടർ ചാനലിലൂടെ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വാസ്തവത്തിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഡൽഹിയിലും അതുപോലെ തിരുവനന്തപുരത്തുമൊക്കെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിലിരിക്കുന്ന ഗോസായിമാർ AC റൂമിലിരുന്ന് ഇടുന്ന ഉത്തരവുകൾ ഗ്രൗണ്ട് ലെവലിൽ ഫീൽഡിൽ നടപ്പാക്കേണ്ട ഈ പാവപ്പെട്ട സ്ത്രീകൾ അടക്കമുള്ളവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, അത് സംബന്ധിച്ച് ഇവർക്ക് എന്തെങ്കിലും ഒരു ബോധ്യമുണ്ടോ, എന്തെങ്കിലും ഒരു കരുതലുണ്ടോ, അല്ലെങ്കിൽ അവർ അത് സംബന്ധിച്ച് എന്തെങ്കിലും ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടോ? അവർക്ക് തോന്നുന്ന ഒരു ദിവസം കലണ്ടറിൽ രേഖപ്പെടുത്തി ഉത്തരവുകൾ ഇങ്ങനെ ഓരോ ദിവസം ഇട്ട് ഇവരെ ഭയപ്പെടുത്തുക, ഭീഷണിപ്പെടുത്തുക, ടാർഗറ്റ് നിശ്ചയിച്ചു കൊടുക്കുക, അവരെ സമ്മർദ്ദത്തിലാക്കുക എന്നതിലുപരിയായി ഇതെല്ലാം പ്രായോഗികമാണോ എന്ന് ഒരു നിമിഷമെങ്കിലും ഇവർ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഈ BLO സഹോദരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അവർ വയനാട് നിന്നാണ്. വയനാട്ടിൽ കേവലം തെരുവ് നായുടെ ശല്യം മാത്രമല്ല, അവിടെ ഈ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ കൂടിയുള്ള മേഖലയാണ്. വലിയ ഒരു ജീവന് തന്നെ അപകടം വരാവുന്ന സാഹചര്യങ്ങൾ അവിടെയുണ്ട്. കേരളത്തിൻ്റെ മറ്റു പല മേഖലകളുണ്ട്. ഞാൻ മറ്റൊരു കാര്യം കൂടി ചിന്തിച്ചത്, ഇപ്പോൾ കേരളം പോലെ ഒരു പുരോഗമന സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന BLOമാർക്ക് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ, ഈ SIR നടപ്പാക്കിയ ബീഹാർ പോലെ ഒരു സ്ഥലത്ത് 65 ലക്ഷം മനുഷ്യർ അതിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ, വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ? എത്ര പേരെ BLOമാർക്ക് അവിടെ സന്ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം? ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങളില്ലാത്ത വളരെ റിമോട്ടായിട്ടുള്ള പ്രദേശങ്ങളിൽ, സാക്ഷരത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ, മനുഷ്യർക്ക് ഇത്തരം കാര്യങ്ങളിൽ അറിവ് വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ, ഒരുപാട് പേർ മൈഗ്രേറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഇവിടെയുള്ള മനുഷ്യരൊക്കെ വോട്ടർ പട്ടികയിൽ നിന്ന് 65 ലക്ഷം പേര് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അതിലേറെയും മതന്യൂനപക്ഷ വിഭാഗങ്ങളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമാണ് പുറത്തു പോയിട്ടുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ഇത്രയും പേർ പുറത്തു പോയപ്പോൾ അവിടെ BJP ജയിച്ചതിൽ വല്ല അത്ഭുതമുണ്ടോ? സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട വലിയൊരു വിഭാഗം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അത് ഈ തീർത്തും അപ്രായോഗികമായിട്ട് നടപ്പാക്കിയിട്ടുള്ള SIR തന്നെയാണെന്ന് നമുക്കിപ്പോൾ ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നിസ്സംശയം പറയാൻ സാധിക്കും. ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം പരിഗണിച്ചു കഴിഞ്ഞാൽ ഈ BLOമാർക്ക് നേരിടുന്ന വലിയ തോതിലുള്ള സമ്മർദ്ദം ഈ സഹോദരി പറയുന്ന സമയത്ത് ഞെട്ടലോട് കൂടിയിട്ടാണ് കേരളത്തിലെ സമൂഹം കേൾക്കുന്നത്. അടിയന്തരമായിട്ടുള്ള ഇടപെടൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം സർക്കാരുകളും ഇക്കാര്യത്തിൽ ചെയ്യണം. ഇവരെ കൊലയ്ക്ക് കൊടുക്കരുത്. കാരണം എത്ര ദിവസമെടുത്താലും കഴിയാത്ത ഈ ഒരു വലിയ ജോലിഭാരം കേവലം കുറച്ച് ദിവസങ്ങൾ മാത്രം നിശ്ചയിച്ചു കൊടുത്ത് അവരെ കൊണ്ട് സമ്മർദ്ദത്തിലാക്കി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അത് ഒട്ടും തന്നെ അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള സമീപനമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെടണം. ഇത് സുപ്രീം കോടതിയിൽ പോയി കേസ് വാദിക്കട്ടെ എന്നല്ല ഈ കാര്യത്തിൽ പറയേണ്ടിയിരുന്നെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാടുകളും നടപടികളും വേണമായിരുന്നു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കേവലം ഒരു യന്ത്രമോ യാന്ത്രിക സംവിധാനമോ അല്ല, മനുഷ്യർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ബോധ്യമാണ്. 1. 2, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും സർക്കാരിൻ്റെയും ഒക്കെ സമ്മർദ്ദത്തിന് പുറമെ ഇവിടെ രാഷ്ട്രീയ പാർട്ടികളും ഈ BLOമാരെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അതിലധികം ദൗർഭാഗ്യകരമാണ്. ഇപ്പോൾ അനീഷ് ജോർജുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് കോൺഗ്രസിൻ്റെ BLAയെ കൂടെ കൊണ്ടു നടന്നാൽ കള്ളക്കേസിൽ കൊടുക്കുമെന്ന ഭീഷണിയുണ്ടെന്നാണ്. ആര് ഭീഷണിപ്പെടുത്തി? CPMൻ്റെ ഭീഷണിയുണ്ട്.
ഇവിടെ BJPയും CPM ഒക്കെ ഈ SIR നടപടികളെ അവർക്ക് അനുകൂലമായി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു BLA കൂടെ പോയി കഴിഞ്ഞാൽ ലഘുലേഖ കൊടുത്തു എന്ന് കള്ളക്കേസ് ഉണ്ടാക്കി ഉപദ്രവിക്കുമെന്ന ഭയം അയാളെ സംബന്ധിച്ച് വല്ലാത്തോടത്തോളം ഉണ്ടായിരുന്നു എന്ന് പുറത്ത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് എന്ന് പുറത്തുവിട്ട ശബ്ദരേഖകളിൽ വ്യക്തമായിരിക്കുകയല്ലേ. അപ്പം എത്ര ക്രൂരമായിട്ടുള്ള സമീപനമാണ് ഇക്കാര്യത്തിൽ CPM സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ BLOമാരെ ഇതുപോലെ ഭീഷണിപ്പെടുത്തുകയും BLOമാർക്ക് ജോലിഭാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്ന അതേ ഘട്ടത്തിൽ തന്നെ CPM നേതൃത്വം ഇതിൽ SIRലൂടെ വോട്ടർ പട്ടികയെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പരിശ്രമം നടത്തുന്നത് പ്രതിഷേധാർഹമാണ്. അവിടുത്തെ ജനാധിപത്യപരമായ അവകാശമാണ് BLAമാർക്ക് കൂടെ പോവുക എന്നുള്ളത്. അത് നിഷേധിക്കുകയും ഈ BLOമാരെ സമ്മർദ്ദത്തിലാക്കി കോൺഗ്രസിന്റെ പ്രതിനിധികൾ ആരും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തിട്ടൂരം നടപ്പാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. ഈ സംബന്ധിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള അന്വേഷണം വേണം. ഈ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ പുറത്തു വരേണ്ടതുണ്ട്. ശരി, രാജേഷ് NGO സംഘ് ജനറൽ സെക്രട്ടറിയാണ്. ശ്രീ രാജേഷ്, ഇപ്പോൾ നിങ്ങളുടെ സംഘടന ഈ BLOമാർ സമ്മർദ്ദത്തിലാണ് എന്നുള്ള കാര്യം നിങ്ങളും അംഗീകരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ നിങ്ങളുടെ ഒരു പ്രതികരണമായി വന്നത് BLOമാരിൽ അമിത ജോലിഭാരം ഏൽപ്പിച്ച് SIR അട്ടിമറിക്കാൻ ശ്രമം എന്നാണ്. അപ്പോൾ SIR അട്ടിമറിക്കാൻ ആരാണ് ശ്രമിക്കുന്നത്? മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാണോ, കളക്ടർമാരാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ അനീഷ് ജോർജിൻ്റെ ആ ദുരൂഹ മരണം അത് ഏറെ വേദനാജനകമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് NGO സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഈ സമ്മർദ്ദം സംബന്ധിച്ചിട്ട് പലതരം അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ രാഷ്ട്രീയപരമായ സമ്മർദ്ദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ഉള്ള ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു സമഗ്ര അന്വേഷണം തന്നെ അടിയന്തരമായി നടത്തി അതിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് NGO സംഘിൻ്റെ നിലപാട്. പിന്നെ SIRനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SIR നവംബർ 4 ആരംഭിച്ച് ഡിസംബർ 4 വരെ പൂർത്തീകരിക്കുന്ന ഒരു പ്രക്രിയ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുകയും ആ ജോലികളിലേക്ക് BLOമാരെ നിയമിക്കപ്പെട്ടവർ അത് ചെയ്തു തുടങ്ങുകയായിരുന്നു. ഏകദേശം ഒരാഴ്ചക്കാലം വളരെ സ്മൂത്തായി ഒരു പരാതിയുമില്ലാതെ നടന്നുകൊണ്ടിരുന്ന ആ പ്രക്രിയ ഏകദേശം ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് ഒരു വലിയ സമ്മർദ്ദത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും നിരവധി BLOമാർ വ്യക്തിപരമായും അല്ലാതെയും ഞങ്ങളെ പരാതി സങ്കടവും ഒക്കെ അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു സഹോദരി പറഞ്ഞതുപോലെ തന്നെ നിരവധി പേര് നമ്മളോട് ആ ഒരു സാഹചര്യം ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ NGO സംഘ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഞങ്ങളപ്പം തന്നെ ഒരു പരാതി അയക്കുകയും ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നുണ്ട്. ആ തരത്തിലെ നീക്കം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടാത്ത രീതിയിൽ ആ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ചില തെരഞ്ഞെടുപ്പ് നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവർ ജീവനക്കാരുടെ മേൽ അമിത സമ്മർദ്ദം അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു ദിവസം നിങ്ങൾ ഇത്രമാത്രം ഫോമുകൾ വിതരണം ചെയ്യണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടുന്ന സമയത്ത് അവർക്കത് പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോൾ അവരുടെ വീണ്ടും ഒരു സജഷൻ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വെക്കുകയാണ്. നിങ്ങൾ ഫോം വിതരണം ചെയ്യേണ്ട, അത് വിതരണം ചെയ്ത് വീടുകളിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങളത് സ്കാൻ ചെയ്ത് അതിലൊരു QR കോഡ് ഉണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്ത് എണ്ണം തികച്ചതിന് ശേഷം നിങ്ങൾ വീടുകളിൽ എത്തിക്കാനാണ് വീണ്ടും നിർദ്ദേശം പോയത്. ഈ നിർദ്ദേശങ്ങളെല്ലാം വാക്കാൽ നൽകുന്ന നിർദ്ദേശങ്ങളാണ്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതുവിൽ കൊടുത്തിട്ടുള്ള ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമല്ല ഈ നടക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കിയത് ഇത് ഒരു നിയോജക മണ്ഡലങ്ങളിൽ തങ്ങളൊരു വലിയ മത്സരം ഉണ്ടാവുന്നു. ആ മത്സരത്തിലൂടെ അവരവരുടെ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഫോറം വിതരണം ചെയ്തു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതാണ് ഞങ്ങൾ ധരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രഷർ വരികയും ഈ ഫോറം ഇങ്ങനെ സ്കാൻ ചെയ്ത് വിട്ട ഫോറം വീടുകളിൽ എത്തിക്കാൻ കഴിയാതെ അവർ വലിയ നിരാശയിലും ആശങ്കയിലുമായി. ആ സമയത്ത് ചോദിക്കട്ടെ ശ്രീ എസ് രാജേഷ്, അങ്ങ് പറയുന്നത് പോലെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു സമ്മർദ്ദം ഉദ്യോഗസ്ഥർ ചെലുത്തുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ നോട്ടീസുകൾ വന്നിട്ടുണ്ട്, ഷോക്കോസ് നോട്ടീസ് വന്നിട്ടുണ്ട് പലർക്കും. അതൊക്കെ ഇന്ന് റിപ്പോർട്ടർ പുറത്തു വിട്ടിട്ടുണ്ട്. അതൊരു വശത്ത്. പിന്നെ ഡെപ്യൂട്ടി കളക്ടർമാർ ഭീഷണിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രതികരിക്കുന്ന ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രതികരിക്കുന്നതും മരിച്ച അനീഷിന്റെ മേൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല, അതായത് SIRുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം ഉണ്ടായിരുന്നില്ല എന്നാണ്. ആ കുടുംബം പക്ഷെ അത് തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പുറത്ത് വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന സമ്മർദ്ദമാണെന്നാണ് അങ്ങിപ്പോഴും പറയുന്നത്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്നത് അനീഷിന്റെ മരണം SIR സമ്മർദ്ദത്താൽ അല്ല എന്നാണ്. അല്ല, ഞാനൊന്ന് പറഞ്ഞുകൊട്ടെ. ഞാൻ ആ നടന്ന സംഭവം എന്റെ അറിവിൽപ്പെടുന്നതും ഞങ്ങൾ സംഘടനാപരമായി മനസ്സിലാക്കിയ കാര്യം ഞാനൊന്ന് വിശദീകരിച്ചുകൊള്ളട്ടെ. അങ്ങനെ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ച് ഇത്തരത്തിലൊരു
തെറ്റായ പ്രവർത്തനവും കണക്കെടുപ്പും നടക്കുന്നു എന്ന് ധരിപ്പിക്കുകയും ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ, പ്രത്യേകിച്ച് എല്ലാ ജില്ലയിലും ഡെപ്യൂട്ടി കളക്ടർമാർ ഉൾപ്പെടെയുള്ളവരുടെ ഒരു അടിയന്തര ഓൺലൈൻ യോഗം വിളിക്കുകയും ആ യോഗത്തിൽ ഇങ്ങനൊരു ആക്ഷേപം ഉയർന്നിട്ടുണ്ടെന്ന് അവിടെ തെരഞ്ഞെടുപ്പ് മീറ്റിംഗ് കൂടുന്ന സമയത്ത് SIR-മായി ബന്ധപ്പെട്ട മീറ്റിംഗ് നടക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു എന്ന് ചോദിച്ച സമയത്ത് ഈ എല്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലകളിലുള്ളവർ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ അവരത് മറച്ചു പിടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം നിരവധി പരാതികളും അതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകളും നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് അവര് അത് മറച്ചു പിടിച്ച് അവിടെ ഇല്ല എന്നുള്ള, ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുകയും അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഒരു പത്രക്കുറിപ്പ് 15-ാം തീയതി പുറപ്പെടുവിക്കുകയായിരുന്നു. ഞങ്ങൾ 13-ാം തീയതിയാണ് ഞങ്ങൾ പരാതി കൊടുക്കുന്നത്. അതിന്റെ മറുപടി എന്നോണം ഒരു 15-ാം തീയതി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇറക്കിയ ആ ഒരു പത്രക്കുറിപ്പിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നില്ല എന്നും ഇങ്ങനെ ഈ ഫോറം വീടുകളിൽ എത്തിക്കാതെ സ്കാൻ ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടില്ല എന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണെന്നും BLOമാർക്ക് നിർദ്ദേശം നൽകിയെന്നും അത് കർശനമായി പാലിക്കണമെന്ന് ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമുള്ള പത്രക്കുറിപ്പ് വന്നത് നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷേ ആ പത്രക്കുറിപ്പ് വന്നതിന് ശേഷവും ഇത്തരത്തിലുള്ള സമ്മർദ്ദം തുടർന്നുകൊണ്ട് തന്നെ ഇരുന്നു. പക്ഷേ ശ്രീ എസ് രാജേഷ്, നമുക്ക് നമ്മുടെ ചർച്ചയുടെ സമയക്കുറവുകളാണ്. ഒരു ഒറ്റ കാര്യം, നമ്മുടെ ചർച്ചയിൽ ഇപ്പോൾ തുടക്കത്തിൽ വനിതാ BLO സംസാരിച്ചല്ലോ. അപ്പോൾ ഈ ചട്ടപ്രകാരമല്ലാത്ത സമ്മർദ്ദത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. അവർ ഇപ്പോൾ കടന്നു പോകുന്ന, അവർക്ക് പറഞ്ഞിരിക്കുന്ന ഈ സമയപരിധിക്കുള്ളിൽ എത്ര ഫോമുകൾ കൊടുക്കണം, അതിന് അവർ നെട്ടോട്ടം ഓടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഈ ചട്ടവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യമല്ലല്ലോ പറയുന്നത്. അവരെപ്പോഴാണ് സ്കാൻ ചെയ്തതെന്ന് കൃത്യമായി പറയുന്നുണ്ടല്ലോ. അല്ല, അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് 1 മാസക്കാലമായി ഒരു കാലത്തെ സമയം ഉണ്ടായിരുന്നു, 1 മാസം ഉണ്ടായിരുന്നു. അപ്പൊ അവർ സമാധാനപരമായി തുടങ്ങിയതിനിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രഷർ അടിച്ചേൽപ്പിക്കുന്നു, ഇങ്ങനൊരു സമ്മർദ്ദം വരുന്നു. ഇങ്ങനൊരു സമ്മർദ്ദം അടിച്ചേൽപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ജീവനക്കാരാകെ പ്രതിസന്ധിയിലാവുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു തെറ്റായ കണക്ക് കൊടുത്തും പോയി ആ കണക്കനുസരിച്ചുള്ള ഫോറം വിതരണം ചെയ്യാത്തതിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്നുള്ള ഭയമാണ് അവർക്ക്. ഇത് കൃത്യമായി ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്ത BLOമാരെ ടെർമിനേറ്റ് ചെയ്യൂ എന്ന ഡെപ്യൂട്ടി കളക്ടറുടെ ഓഡിയോ ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ശ്രീ രാജേഷ്. അതാണ്. അപ്പൊ അത് സംഭവം ശരി തന്നെയാണ്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുള്ളവര് അവരിങ്ങനെ ഇരുട്ടിന്റെ മറവിൽ ഇരിക്കുകയല്ല വേണ്ടത്, അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം. ഇത്തരത്തിൽ വളരെ സമാധാനപരമായി നടന്നുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തി അട്ടിമറിക്കുന്നതിനുള്ള ശ്രമം ഇതിന്റെ പിന്നിലുണ്ടോ, രാഷ്ട്രീയ നീക്കമുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇത് എല്ലാ കാലത്തും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണവും പ്രവർത്തനവും എല്ലാ കാലത്തും നടക്കുന്നതാണ്. അതിനെ പെട്ടെന്ന് എന്താണ് ഇതിനെ ഒരു ഏതാനും ദിവസങ്ങൾ കൊണ്ട് അട്ടിമറിക്കുന്ന രീതിയിൽ BLOമാരെ സമ്മർദ്ദത്തിലാക്കുന്നു. ആ സമ്മർദ്ദത്തിലൂടെ BLOമാർ ഇത് കഴിയില്ല എന്ന് പറഞ്ഞ് സങ്കടത്തോടു കൂടി രംഗപ്രവേശം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ ഒരു ഗൂഢ പദ്ധതി ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. അപ്പൊ അത് വെളിച്ചത്ത് കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ ഒരു സമഗ്ര അന്വേഷണം തന്നെ ഉണ്ടാവണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ ഇത് അന്വേഷണം നടത്തി കുറ്റക്കാരെ ആരെന്ന് വെച്ചാൽ കണ്ടത്, ഏത് ഉദ്യോഗസ്ഥനാണ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് എൻജിഒ സംഘത്തിന്റെ നിലപാട്. ശരി, ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒന്ന് MK അശോകിലേക്ക് വേഗം ഒന്ന് പോയിട്ട് വരാം. ശ്രീ MK അശോക്, അങ്ങ് പയ്യന്നൂരിലാണല്ലോ അല്ലേ? പയ്യന്നൂരിൽ ആണ്. അതെ, നമ്മുടെ അനീഷ് പയ്യന്നൂർ തന്നെയുള്ള ആളാണ്. അപ്പോൾ അവിടെ ഉണ്ടായ ഈ സമ്മർദ്ദം, ഇന്നിപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട ഓഡിയോ അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഈ BLOമാർ പോകുമ്പോൾ അവരുടെ കൂടെ BLAമാർ ഉണ്ടാകണം എന്നുള്ളതാണ്. അവരെ സഹായിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടുന്നു. അപ്പോൾ BLAമാരെ വിടുന്നു എന്നുള്ളതാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു? എൻ്റെ അറിവിൽ അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഈ BLA എന്ന് പറയുന്നത് ബൂത്ത് ലെവൽ ഏജന്റാണ്. അതായത് പിന്നെ BLOമാരെ, ബൂത്ത് ലെവൽ ഓഫീസർമാരെ സഹായിക്കുന്നതിന് വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ജില്ലാ സെക്രട്ടറി, ബാർ പ്രസിഡന്റ്, അവരാണ് ഓരോ ബൂത്തിലെയും BLAമാരെ നിശ്ചയിക്കുന്നത്. നമുക്ക് BLOമാർക്ക് എന്ത് ആവശ്യമുണ്ടോ അവരാണ് നമ്മൾ സമീപിക്കേണ്ടത്. ആ നിലയിൽ BLOക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിന്റെ BLAനെ കാണാം. ശ്രീ അശോക്, BLAമാരല്ലാത്തവർക്ക് കൂടെ പോകാമോ? BLA അല്ലാത്തവർക്ക് പോകാമെന്ന് വെച്ചാൽ നിയമപ്രകാരം BLA ആണ് കൂട്ടിപ്പോകേണ്ടത്. പക്ഷേ ഒരു നാട്ടിൽ ഇപ്പം ഈ പലപ്പോഴും നേരത്തെ അരുൺ സാർ പറഞ്ഞ പോലെ പലപ്പോഴും ഓരോ ബൂത്തിൽ നിയമിക്കുന്ന BLOമാരും അതാത് ബൂത്തിൽപ്പെട്ടവരല്ല എന്നുള്ളതാണ് നാം പലപ്പോഴും മനസ്സിലാക്കേണ്ടത്.
ഈ തുടർച്ചയായി വർഷങ്ങളായി 15 വർഷക്കാലത്തോളം BLOമാരായിരുന്ന അംഗനവാടി ടീച്ചർമാരെയും അതുപോലെ പെൻഷൻ പറ്റാറായവരെയും ഒഴിവാക്കിക്കൊണ്ട് പുതിയ BLOമാരെ നിയമിച്ചപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി വന്നത്. കാരണം പിന്നെ നമുക്ക് അതുമല്ല, നമുക്ക് ആ നാട്ടിൽ അറിയുന്ന ആരെ കൂട്ടിയും ഒരു വായനശാല പ്രവർത്തകനും ആരെയും കൂട്ടി പോവാം. പിന്നെ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം അവിടെ വെള്ളത്തോൾ സ്മാരക വായനശാല എന്ന ഒരു വായനശാല അവിടെയുണ്ട്. ആ വായനശാലയിൽ തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച എല്ലാ പ്ലാനിങ്ങും അവിടെ ചെയ്തുകൊണ്ട് അവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി ആൾക്കാരുകൾ ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു ക്യാമ്പ് വെച്ചതാണ്. അങ്ങനെ ക്യാമ്പ് വെച്ച് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ദാരുണ സംഭവം ഉണ്ടായത്. എന്താണ് ക്യാമ്പ് വെച്ച് ചെയ്യാനിരിക്കുകയാണെങ്കിൽ ജോലി സമ്മർദ്ദമില്ല എന്നല്ലേ അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം? ക്യാമ്പ് വെച്ച് ചെയ്യാനിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആ ജോലിയുടെ സമ്മർദ്ദമില്ല എന്ന് കൂടിയാണ് അങ്ങ് പറഞ്ഞതിന്റെ അർത്ഥം. ജോലി സമ്മർദ്ദം മാഡം ഇത്ര ദിവസം കൊണ്ട് തീർക്കണമെന്ന പ്രഷർ കൊണ്ടാണല്ലോ ക്യാമ്പ് വെച്ച് വേഗം തീർക്കാൻ വേണ്ടി പോകുന്നത്. അതെ അതെ, ഞാൻ ചോദിക്കുന്നത് അശോക് കുമാർ, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ട ആ ഓഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പ്രകാരം അവിടുത്തെ DCC പ്രസിഡന്റ് പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അവിടുത്തെ BLA ആയ കോൺഗ്രസിലെ BLA വൈശാഖ് കൂടെ പോകുകയായിരുന്നു. CPM-ൽ നിന്നും CPM പാർട്ടിയുടെ BLA അല്ല പോയിട്ടുള്ളത്, ബ്രാഞ്ച് സെക്രട്ടറി പോയിരിക്കുന്നു. പിന്നെ ഒരു ദിവസം DYFയുടെ ആളാണ് പോയിരിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല വൈശാഖിനെ കൂടെ കൂട്ടിയതിൽ എതിർപ്പ് ഉയർത്തി എന്നുള്ള കാര്യമടക്കമാണ്. അതെ, വൈശാഖ് അവിടെ BLA ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ വൈശാഖ് അവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷൻ മത്സരിക്കുന്ന രണ്ടുമാണ്. പഞ്ചായത്ത് ഇലക്ഷനും മത്സരിക്കുന്നുണ്ട്, UDF സ്ഥാനാർത്ഥിയെ കൂട്ടി സാഹചര്യത്തില് അവിടെ ആ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെ പാർട്ടിക്കാര് മറ്റ് CPM പാർട്ടിക്കാരനെ ചെയ്തോ എന്നുള്ള അങ്ങനെ ഒരു എവിടെയും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ കൂട്ടി പോയിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് നമ്മുടെ സംഘടന പറയാം. കാരണം ഒരു സ്ഥാനാർത്ഥിന് CPM-ന്റെ ആയാലും ശരി UDF-ന്റെ ആയാലും ശരി BLA തൽക്കാലം മാറി നിൽക്കണമായിരുന്നു. കാരണം നിലവിലെ സാഹചര്യം ഈ പഞ്ചായത്ത് ഇലക്ഷനാണ്. തീർച്ചയായും ആ സമയത്ത് സ്വാധീനിക്കാമല്ലോ, കോൺഗ്രസ് അവർക്ക് സ്വാധീനിക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് BLA വൈശാഖ ആണെങ്കിൽ വൈശാഖിനെ കൂട്ടി പോകാൻ പാടില്ലായിരുന്നു. പഞ്ചായത്തിന്റെ 1-ാം നമ്പർ വാർഡാണ്. അരുൺകുമാർ, ഇപ്പോൾ അനീഷിന്റെ മരണത്തിൽ വേറെ ചില സമ്മർദ്ദങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നാണല്ലോ കോൺഗ്രസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരത്തെ നടത്തിയ വാർത്താ സമ്മേളനം, DCC പ്രസിഡന്റ് വാർത്താ സമ്മേളനം അങ്ങും കണ്ടിരിക്കുമെന്നാണ് കരുതുന്നത്. അതിലൊരു ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖയിൽ അനീഷുമായി വൈശാഖ് എന്ന കോൺഗ്രസിന്റെ BLA സംസാരിക്കുന്നതാണ്. അപ്പോൾ നാളെ വരണ്ട എന്ന് പറയുന്നു. അവർ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നു. അവരെന്ന് പറയുന്നത് CPM-നെയാണ് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ പ്രശ്നമുണ്ടാക്കുമെന്ന് പറയുന്നു. അത് 2 ദിവസം മുമ്പുള്ള ഓഡിയോ ആണ്. അതാണ് കാരണം, അതുകൂടിയാകാം മരണകാരണം എന്നല്ലാതെ അതാണ് പൂർണ്ണമായ കാരണമെന്ന് ഞാനും കരുതുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ശരിയായ സമീപനമല്ലല്ലോ അരുൺകുമാർ. ഈ സംസ്ഥാനത്ത് ഏത് സാഹചര്യം ചർച്ച ചെയ്താലും അവസാനം അത് കൊണ്ടുവന്ന് CPM-ന്റെ തലയിലും ഇടതുപക്ഷത്തിന്റെ തലയിലും ചെന്നെത്തിക്കുക എന്നുള്ളത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പാർട്ടിക്കാരുടെയും ഒരു ലക്ഷ്യമാണ്. അവരുടെ ഒരു എല്ലാത്തിനും അതിനുള്ള ഒരു ശ്രമമാണ്. ഇപ്പോൾ DCCയുടെ കണ്ണൂരിലെ ജനറൽ സെക്രട്ടറി തന്നെയല്ലേ പറഞ്ഞത്, മനോരമ പത്രത്തിൽ അച്ചടിച്ചു വരുന്ന ഏത് ഫ്രണ്ട് പേജ് വാർത്തയും അന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളന വിഷയമാണെന്ന് പറഞ്ഞത് ഞങ്ങളല്ലല്ലോ, കോൺഗ്രസ്സുകാർ തന്നെയല്ലേ പറഞ്ഞ, DCCയുടെ ജനറൽ സെക്രട്ടറിയാണ് പറഞ്ഞത്. ഇവിടെ ഇതുവരെ ഒരു രാഷ്ട്രീയ ചുവയും വന്നിട്ടില്ല. ഈ അനീഷ് ജോർജിന്റെ പിതാവ് തന്നെ ഇന്നലെ പത്രക്കാരോട് സംസാരിച്ചില്ലേ? നിങ്ങളുടെ അടക്കം മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചല്ലോ. അവരുടെ ബന്ധുക്കൾ പലരും സംസാരിച്ചല്ലോ. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദമെന്നോ രാഷ്ട്രീയ പാർട്ടിയുടെ ഭീഷണിയെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. രാത്രി 1:45 വരെ ഇരുന്ന് ജോലി ചെയ്യുന്നു, അതിന്റെ സമ്മർദ്ദം കൊണ്ട് മരണപ്പെട്ടു, അങ്ങ് ആ സമ്മർദ്ദം മാത്രമാണ് കാരണം എന്നാണ് പറഞ്ഞത്. ഈ ചർച്ചയുടെ തന്നെ ഒരു വിഷയം മനുഷ്യത്വമില്ലാതെയാണോ SIR എന്നതല്ലേ? ഇങ്ങനെയുള്ള ഭീഷണിയിലാണോ ഈ ഗവൺമെന്റ് ജീവനക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് എന്നല്ലേ? ഇപ്പൊ ഈ ആദ്യം ഈ BLO ആയിട്ടുള്ള വനിത പറഞ്ഞ വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത്രയും വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദമാണ് ഈ മരണ കാരണം, അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഭീഷണിപ്പെടുത്തിയിട്ടാണോ? എന്നാൽ ഒറ്റ കാര്യം ഞാൻ പറയാം, ഈ വൈശാഖ് തന്നെയാണ്, പ്രാദേശിക കോൺഗ്രസ് നേതാവായ ഈ വൈശാഖാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നത്. ആ പരാതി, അങ്ങനെ ഒരു പരാതി ഉണ്ടെന്ന് കളക്ടറുടെ ഓഫീസും ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. ആ പരാതിയുടെ ഉള്ളടക്കം പരിശോധിക്കട്ടെ, ഈ കാര്യങ്ങൾ വരട്ടെ. ഞങ്ങളിപ്പോ ഒരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഭാഗത്തുനിന്നോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അടുത്തുനിന്നോ പരാതി, അതൊക്കെ കളക്ടറുടെ ഓഫീസിലിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം എനിക്കറിയില്ല. പരാതി അവിടെ കൃത്യമായി വൈശാഖ് കൊടുത്തൊരു പരാതിയുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊക്കെ കളക്ടറുടെ ഓഫീസും ഇലക്ഷൻ കമ്മീഷനൊക്കെ പരിശോധിച്ചോട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
പല നഗരങ്ങളും നമുക്കറിയാം ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് മാറി. ഇപ്പോൾ DLFന്റെ ഫ്ലാറ്റ്, കാക്കനാടുള്ള ഫ്ലാറ്റ്, 10,000 കുടുംബങ്ങൾ അവിടെയുണ്ട്. അവിടെ ഒരു BLO വന്ന് പ്രവേശിക്കണമെങ്കിൽ ആ ഗേറ്റിങ്ങിൽ പോയി പാസ് എടുത്ത് എത്ര മണിക്കൂർ കാത്തു നിന്നാലാണ് പ്രവേശിക്കാൻ കഴിയുക? അവർ എത്ര ഫ്ലാറ്റിൽ കയറി ഇറങ്ങാൻ പറ്റുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? 30 ദിവസം തന്നാൽ ഇത്രയും വീടും മറ്റു കാര്യങ്ങളും അവരുടെ വർക്ക് ലോഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൗരവമായ വിഷയം ഇവിടെ ഉള്ളപ്പോൾ പ്രതിപക്ഷ നേതാവിന് അതെല്ലാം എങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെ തലയിൽ വെക്കണം. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്ന കമ്മീഷൻ കേന്ദ്ര കമ്മീഷനാണെന്നും സംസ്ഥാന ഗവൺമെന്റ് ഒരു റോളുമില്ലെന്നും സംസ്ഥാന ഗവൺമെന്റാണ് ഏറ്റവും ശക്തമായി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ എന്ന് ആവശ്യപ്പെടുന്നതും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ ലക്ഷ്യത്തോടെ പറയുകയാണെന്നൊക്കെ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ തലയിൽ കൊണ്ടുവയ്ക്കുക എന്നുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ കടമയാണ്. അത് അവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ വന്ന് ചാനൽ ചർച്ചയിൽ അവതരിപ്പിക്കുന്നു. ആ രൂപത്തിലേ അത് കാണുള്ളൂ. ഈ വിഷയത്തിന്റെ മെറിറ്റ് നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് അത്തരത്തിൽ പോകേണ്ട. വളരെ ഗൗരവമായിട്ടുള്ള വിഷയം തന്നെയാണ് ഈ BLO പറഞ്ഞത്. അത് ഈ കേരളത്തിലെ മുഴുവൻ BLAമാരുടെ ശബ്ദമാണ്, ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയാണ് നമ്മൾ കേട്ടത്. ആ ഒരു കോസിനൊപ്പമാണ് നമ്മൾ നിൽക്കേണ്ടത്. ശരി, സന്ദീപ് വാര്യർ, ഇപ്പോൾ അനീഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾ എങ്ങനെയാണ് CPM അതിനെ നിഷേധിച്ചെന്ന് കണ്ടല്ലോ. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടെ BLOയുടെ പ്രതിനിധിയായി തന്നെ പങ്കെടുക്കുന്ന ശ്രീ MK അശോക് പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. BLAമാർ കൂടെ പോകുന്നു, പക്ഷേ കോൺഗ്രസിന്റെ BLA വൈശാഖ് അവിടെ സ്ഥാനാർത്ഥി കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന 1-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥിയാണ് വൈശാഖ്. അപ്പോൾ സ്ഥാനാർത്ഥിയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ, സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചോദിക്കാൻ പോകുമോ എന്നുള്ളൊരു വിഷയം കൂടി. അത് BLOയുടെ കൂടെ പോകുമ്പോൾ അത് ശരിയാണോ എന്നുള്ളൊരു ധാർമ്മികമായ പ്രശ്നം അവിടെ നിൽക്കുന്നില്ലേ? ശ്രീ അശോക് പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹം അടക്കമുള്ള ആളുകൾ നിയമം പിന്തുടരേണ്ട ആളുകളാണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിലവിൽ BLAമാരായിരിക്കുന്ന ആളുകൾ അവർ സ്ഥാനാർത്ഥികളാകുന്നത് നോമിനേഷൻ കൊടുത്താലാണ്. നോമിനേഷൻ കൊടുക്കാൻ വൈശാഖ് കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ സ്ഥാനാർത്ഥികളായിട്ടുള്ള ആളുകൾ BLAമാരായിട്ടുണ്ടെങ്കിൽ അവരെ കൂടെ കൊണ്ടുപോകരുത് എന്നൊരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും നിർദ്ദേശമോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയണം. 2, ഇതേ ചർച്ചയിൽ നമ്മൾ സൂചിപ്പിച്ചു, ഇതേ സ്ഥലത്ത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFയുടെ നേതാവുമൊക്കെ BLOയുടെ കൂടെ പോയിട്ടുണ്ട്. അതിനെ അദ്ദേഹം തള്ളി പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ BLA ആയിരുന്ന ഒഫീഷ്യലി BLA ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ BLA ആയിട്ടുള്ള വൈശാഖ് പോകുമ്പോൾ അത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഞങ്ങളുടേതൊരു സമരസംഘടനയല്ല അതുകൊണ്ട് ഇന്ന് നടന്ന സമരത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആരെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോൾ ഇത് കാണുന്ന ആൾക്ക് ബോധ്യപ്പെടുകയാണ്. ഒന്നുകിൽ അദ്ദേഹം ന്യായീകരിക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹവും സമ്മർദ്ദത്തിന് അടിമപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ശ്രീ അരുൺ പറഞ്ഞത്, അരുൺ എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് എന്തൊക്കെയോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെയൊന്നും അല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കാം, അങ്ങ് പറയൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് BLA ആയിട്ടുള്ള ഇയാൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ കൂടെ കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശം ഉണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയൂ. ബഹുമാനപ്പെട്ട സന്ദീപ് സാർ, ഇത് ഞാൻ പറഞ്ഞത് അദ്ദേഹം അവിടെ BLA ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ നിർദ്ദേശം ഉണ്ടോ? എനിക്കറിയില്ല. അല്ല, അങ്ങേക്ക് അറിയില്ലായിരിക്കാം. BLA ആണ്. എന്നെ അദ്ദേഹത്തെ കാര്യം വിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ കാര്യം വിട്ടുള്ളൂ. ഏത് പാർട്ടി? ഒരു സെക്കൻഡ് ശ്രീ അശോക്, ശ്രീ അശോക്, അങ്ങയുടെ വ്യക്തിപരമായ കാര്യമല്ല ഞാൻ ചോദിക്കുന്നത്. അങ്ങയുടെ വ്യക്തിപരമായ കാര്യമോ രാഷ്ട്രീയ ആഭിമുഖ്യമോ അല്ല എന്റെ ചോദ്യം. BLA ആയിട്ടുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ഈ പ്രോസസ്സിന്റെ ഭാഗമായി വീട്ടിൽ കൊണ്ടുപോകരുത് എന്ന ഔദ്യോഗിക നിർദ്ദേശം കിട്ടിയിട്ടുണ്ടോ? അതായത് കടുത്ത രാഷ്ട്രീയപരമായ മത്സരങ്ങൾ ഏർപ്പെടുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടി പോകാൻ പാടില്ല, BLAനെ കൂട്ടി പോകാൻ പാടില്ല എന്നില്ല. പക്ഷെ സ്വാഭാവികം നാം സ്വയം മനസ്സിലാക്കേണ്ടത് ഒരു BLO എന്ന നിലയിൽ അത്തരം കേസുകൾ. ഞാൻ അങ്ങോട്ട് കൃത്യമായി ചോദിക്കുന്നു, BLA എന്ന് പറയുന്നത് ഒരു പാർട്ടി അപ്പോയിന്റ് ചെയ്യുന്ന BLA, ആ BLAക്ക് SIR പ്രോസസ്സിൽ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കൊണ്ടുപോകരുത് എന്ന നിർദ്ദേശം ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ പറയണം, യെസ് ഓർ നോ. ഈ സ്ഥാനാർത്ഥി ആകുമ്പോൾ തന്നെ നമുക്ക് പല പ്രാതിനിധ്യങ്ങളും പല ചട്ടക്കൂടുകളും ഉണ്ട്. അത് പ്രകാരം മുന്നോട്ട് പോകേണ്ടത്. പക്ഷെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം പ്രാദേശികമായി പ്രത്യേക ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? മനസ്സിലായില്ല. അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ടോ? പ്രാദേശികല്ല പറഞ്ഞ
ഞാൻ പറഞ്ഞത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങളുണ്ടല്ലോ. ഇലക്ഷനുമായി നോക്കൂ, അങ്ങ് ബന്ധപ്പെട്ട് പറയുന്നത് നിയമസഭയിലുണ്ടല്ലോ. ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം വേണമെങ്കിൽ ഉന്നയിക്കാം. ശരി, ധാർമ്മികമായി വേണോ എന്നുള്ള ചോദ്യം ഉന്നയിക്കാം. പക്ഷെ ആ സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ വോട്ട് ചോദിക്കാൻ പോകണമെങ്കിൽ ഇപ്പോൾ BLOയോട് കൂടെ പോയി കഴിഞ്ഞാൽ കൂടുതൽ ഒരു വിശ്വാസ്യത വരും എന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അതെ, ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കും BLOയുടെ സഹായത്തോടെ വോട്ട് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ എന്താണ് പോകേണ്ട ആവശ്യമില്ലെന്നല്ല, BLOയ്ക്കാണ് ആവശ്യം. നോക്കൂ ശ്രീ MK അശോക് കുമാർ, BLOയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികളെ ആവശ്യം. BLOയ്ക്കാണ് രാഷ്ട്രീയ പാർട്ടികളെ ആവശ്യം. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. BLOമാർ സഹായം തേടുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ. അതിന്റെ പാർട്ടി എന്നില്ലെന്നേ. BLO നിർണായക അല്ലല്ല, BLO നിർണായക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ BLA ബന്ധപ്പെടാറുള്ളൂ. നോക്കൂ, നമ്മളിപ്പോൾ എന്താണ് ചർച്ച ചെയ്യുന്നത്? ഒരു പരിചയവുമില്ലാതെ ഈ മേഖലയിലേക്ക് കുറെ പേരെ തള്ളിയിട്ടിരിക്കുകയാണ് അല്ലേ? അതിന്റെ ഇരയാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വനിതാ BLO. അതിന്റെ ഇരയാണ് നമുക്ക് ജീവൻ നഷ്ടപ്പെട്ട അനീഷ് അല്ലേ? അപ്പോൾ അനീഷിന് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും അറിയില്ലായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഈ പണിയിലേക്ക് തള്ളിവിടുകയായിരുന്നു. അതിന്റെ സമ്മർദ്ദത്താൽ ആത്മഹത്യ ചെയ്തൊരു മനുഷ്യനെ കുറിച്ചല്ലേ നമ്മൾ ചർച്ച ചെയ്യുന്നത്? അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം തേടാം എന്നുള്ളതാണ് ചട്ടം. തീർച്ചയായും ശരി, എന്റെ സമയമാണ്. അശോക് ഒരു കാര്യം മനസ്സിലാക്കാം. സ്വന്തമായിട്ട് അല്ലെങ്കിൽ അശോകിന്റെ സംഘടനയ്ക്ക് സ്വന്തമായിട്ട് അശോകിന്റെ സംഘടനയ്ക്കോ അശോകിനോ സ്വന്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ ഉണ്ടാക്കാനോ അതുമായി ബന്ധപ്പെട്ട സ്വയം തീരുമാനങ്ങൾ എടുക്കാനോ ഉള്ള ഒരു അവകാശമോ അധികാരമോ ഇല്ല എന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കണം. ഇവിടെ BLAയെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോകാൻ, വൈശാഖിന് കൂടെ പോകാൻ നിയമപരമായിട്ടുള്ള ഒരു തടസ്സവും ഇല്ല. ഉണ്ടെങ്കിൽ അങ്ങ് വ്യക്തമാക്കണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ഇതേ ചർച്ചയിൽ പറഞ്ഞു, CPMന്റെ പ്രദേശത്തെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവും പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കും ആക്ഷേപമില്ല. അത് സംബന്ധിച്ച് നിങ്ങൾ അഭിപ്രായം പറയുന്നില്ല. അവിടെ അത്തരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ തെറ്റായ കാര്യം എന്താ? CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും DYFI നേതാവും പോയതാണ്. അതിനെ വേണമെങ്കിൽ നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞോളൂ. പക്ഷേ ഇവിടെ ഒഫീഷ്യലി BLA ആയിട്ടുള്ള ഒരാൾ പോകുന്ന സമയത്ത് അവരെ തടയാൻ വേണ്ടി അവർ കൂടെ പോകരുതെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തി എന്നുള്ള അനീഷിന്റെ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നു. നിങ്ങൾക്കതിൽ പ്രതിഷേധമേ ഇല്ല, നിങ്ങൾക്കതിൽ സംശയമേ ഇല്ല. ഇവിടെ ശബ്ദരേഖയും പ്രതികരണങ്ങളും അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് ഉണ്ടായി എന്നുള്ളതാണല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. അരുൺകുമാർ, അങ്ങേക്ക് മറുപടി നൽകാം. അവിടെ ധാർമ്മികതയുടെ വിഷയം ആണ് ഉയർത്തുന്നതെങ്കിൽ നിയമപരമായി അങ്ങനെ ഒരു ചട്ടമില്ലല്ലോ എന്നുള്ളതാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പറയുന്നത്. നമ്മൾ പൊതുപ്രവർത്തകരാണ്. ഈ പൊതുപ്രവർത്തകരെല്ലാം പല ഘട്ടത്തിലും സർക്കാർ ജീവനക്കാരായിട്ട് സംസാരിക്കേണ്ടി വരും. ആ സമയത്തൊക്കെ സർക്കാർ ജീവനക്കാരുമായിട്ടുള്ള സംസാരം റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അത് റെക്കോർഡ് ചെയ്ത് വച്ച് 2 ദിവസം കഴിയുമ്പോൾ ആ സർക്കാർ ഉദ്യോഗസ്ഥൻ മരണപ്പെടുക, സ്വയം ആത്മഹത്യ ചെയ്യുന്നു. അതിനിടയിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് ഇതേ വൈശാഖ് തന്നെ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി സ്വാഭാവികമായും ഈ അനീഷ് ജോർജിനെതിരായിട്ടുള്ള പരാതിയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ റെക്കോർഡ് ചെയ്ത് വച്ച് ഇത് ഭാവിയിൽ ഉപയോഗിക്കേണ്ടി വരും എന്ന ധാരണയോടെ അത് DCC പ്രസിഡന്റിന് കൊടുത്ത് DCC പ്രസിഡന്റ് മാധ്യമങ്ങൾക്ക് കൊടുക്കുക. ഒരിടത്തും CPMന്റെ പേരോ LDFന്റെ പേരോ പറഞ്ഞിട്ടില്ല. ആരോ എന്തോ എവിടെന്നോ പറഞ്ഞു എന്ന് വെച്ച് അതൊക്കെ CPMന്റെ തലയിലേക്ക് വരാൻ ശ്രീ VD സതീശൻ ഇന്ന് പല ശ്രമവും നടത്തി. കോൺഗ്രസ്സുകാർ നിരന്തരം അത് സോഷ്യൽ മീഡിയയിലൂടെ ശ്രമം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ മരണത്തിന്, ഈ ആത്മഹത്യക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈശാഖിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു സർക്കാർ ജീവനക്കാരന്റെ ഫോൺ ചോർത്തി അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ച് അത് ഭാവിയിൽ ഉപയോഗിക്കേണ്ടി വരുമെന്ന ലക്ഷ്യത്തോടെ DCC പ്രസിഡന്റിന് കൈമാറി, അത് മാധ്യമങ്ങൾക്ക് കൈമാറി, ഇതെന്തോ വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ഇത് ഈ കേരളം ചർച്ച ചെയ്യുന്ന വലിയ തീരാ ദുരന്തം, ബുദ്ധിമുട്ട് അതിനെ തകർക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും. അത് അന്വേഷിക്കുക. അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉണ്ട്, പോലീസ് ഇത് അന്വേഷിക്കേണ്ട. അസ്വാഭാവികമായിട്ടുള്ള മരണം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. ആരെങ്കിലും അവർ എന്ന് പറഞ്ഞാൽ ആ അവർ മുഴുവൻ CPM ആണ്, ആ അവർ മുഴുവൻ LDF ആണെന്നൊന്നും നിങ്ങൾ വരുത്താൻ ശ്രമിക്കേണ്ട. നിങ്ങൾ എത്ര വരുത്തിയാൻ ശ്രമിച്ചാലും അത് കേരളത്തിന്റെ ജനസംഖ്യ അങ്ങനെ അവർ മുഴുവൻ CPM ആണെന്ന് വരുത്താൻ ശ്രമിച്ചാൽ പുച്ഛിച്ചു തള്ളും. ആ തള്ളിയ ചരിത്രമാണ് കേരളത്തിലുള്ളത്. അത് തന്നെയാണ് ഈ സംഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുക. ഈ അവർ മുഴുവൻ CPM ആണോന്ന് നിങ്ങൾ പോയി ഗവേഷണം നടത്തുക.
കാരണം കോൺഗ്രസ് കുറെ ഗവേഷണം നടത്തുന്നുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കൃത്യമായി കാണുന്നുണ്ട്. കുറെ കൊണ്ടുവന്നല്ലോ, കുറെ ഗവേഷണ ഫലം കൊണ്ടുവന്നല്ലോ. ഏതെങ്കിലും ഒരു ആരോപണം തെളിയിക്കാൻ ഈ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ടോ? 9.25 കൊല്ലമായല്ലോ ഈ തുടങ്ങിയിട്ട്, അംഗം തുടങ്ങിയിട്ട്. ഹൈക്കോടതി പോയി, പോയി. അവർ എന്ന് പറഞ്ഞാൽ അത് CPM-ആണെന്ന് വ്യാഖ്യാനിക്കാൻ എളുപ്പമാണ്, പക്ഷേ തെളിയിക്കാൻ എളുപ്പമല്ലല്ലോ എന്നതാണ് ചോദ്യം. തെളിയിക്കാൻ എളുപ്പമല്ലല്ലോ എന്നതാണ് ചോദ്യം. അവർ എന്ന് മാത്രമേ അനീഷ് പറയുന്നു. തെളിയിക്കാൻ കഴിയും. ആ പരാതി പരാതിയുടെ ഉള്ളടക്കം പറ. ശരി എന്ന് പറയട്ടെ. അങ്ങനെ ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ. ഡിഫൻസ് അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞല്ലോ. ഒരു സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. സന്ദീപ് പറയട്ടെ, സന്ദീപ് പറയട്ടെ, സന്ദീപ് മറുപടി പറയട്ടെ. അരുൺകുമാർ അവസാന നിമിഷം അത് എടുക്കണം കേട്ടോ. ശരി പറയട്ടെ, സന്ദീപ് മറുപടി. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് എന്തിനാണ് ഇത്ര രോഷം? അരുൺകുമാർ ഒരു മിനിറ്റ് ദയവ് ചെയ്തൊന്ന് കേൾക്കൂ. സന്ദീപ് ഒന്ന് മറുപടി പറയട്ടെ. ഒരു രോഷമല്ല, മറുപടി പറയട്ടെ. അവർ എന്ന് പറഞ്ഞാൽ അത് CPM ആണെന്ന് അതാണല്ലോ ചോദിക്കുന്നത്, അതാണല്ലോ ചോദിക്കുന്നത്, അതിനാണല്ലോ മറുപടി പറയുന്നത്. ഒന്ന് കേൾക്കൂ. സന്ദീപ് പറയൂ. പറഞ്ഞോ. ചർച്ച അവസാനിപ്പിക്കാവൂന്ന് അഭ്യർത്ഥിക്കുകയാണ്. സന്ദീപ് പറയൂ. ഞാൻ മറുപടി പറയാം. കോൺഗ്രസിന്റെ BLA ആയിട്ടുള്ള വൈശാഖിനോട് വൈശാഖിനോട് ആത്മഹത്യ ചെയ്ത വ്യക്തി പറയുന്നു, എനിക്ക് മേൽ താങ്കളെ കൊണ്ടുപോയതിന്റെ പേരിൽ അവരുടെ സമ്മർദ്ദമുണ്ട് എന്ന് പറയുമ്പോൾ ആ അവർ CPM ആണെന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. പയ്യന്നൂരിൽ ആ അവർ CPM തന്നെയാണ്. CPM തന്നെ. ഓ എന്തൊരു യുക്തി, എന്തൊരു കരുതൽ. വൈശാഖ് പ്രവർത്തിക്കുന്ന മേഖലയിൽ CPM-ന്റെയാണ് ആധിപത്യമുള്ളത്. ആ പരാതി പോലീസ് കണ്ടെത്തട്ടെ. ആധിപത്യ മേഖലയാണ് ആ പരാതിയുടെ ഉള്ളടക്കം. ഈ ആളുടെ അരുണൊന്ന് കേൾക്കൂ, പറയട്ടെ. സന്ദീപ് പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അതിനോട് തിരിച്ചു മറുപടി പറയാൻ പറ്റുക. അരുൺ കേൾക്കൂ, ദയവേത് കേൾക്കൂ. ഈ അവസാന നിമിഷത്തിൽ കേൾക്കുന്നുണ്ട്, ജനങ്ങൾ കേൾക്കുന്നുണ്ട്. ശരി, എന്നാ മിണ്ടാണ്ടിരിക്കൂ. കുറച്ച് ബഹളല്ല, സത്യം. ഈ വി ഡി സതീശന്റെ കുറെ കള്ളക്കഥ ഏറ്റുവാങ്ങാൻ വേണ്ടി കുറച്ച് ആളുകൾ വരും. അവർ അത് CPM ആണ്, BJP അല്ല, ലീഗ് അല്ല, NDF അല്ല, പോപ്പുലർ ഫണ്ട് അല്ല. റെക്കോർഡ് ചെയ്ത് സമയം കുറവല്ലേ? ദയവേത് പറഞ്ഞല്ലോ. ഇത് തന്നെ പറഞ്ഞല്ലോ. മനോരമയിലെ ഫസ്റ്റ് പേജ് പയ്യന്നൂരിലെ സമ്മേളനം. ശരി സന്ദീപ് മറുപടി. സന്ദീപ് ആവർത്തിച്ചറും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വൈശാഖ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ എന്നാണ് പറയുന്നത്? വൈശാഖ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ എന്താണ് പറയുന്നതെന്ന് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലിരിക്കുന്ന രേഖ ഇപ്പോൾ അരുൺകുമാറാണ് പറഞ്ഞത്. ഞാനത് തുറന്നു നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാതി അദ്ദേഹം നൽകിയിട്ടുണ്ടായിരിക്കാം. അദ്ദേഹം BLA ആണ്, അദ്ദേഹം പൊതുപ്രവർത്തകനാണ്, പരാതി നൽകിയിരിക്കാം. അവിടെ പ്രശ്നം അതല്ലല്ലോ. ഈ ആത്മഹത്യ ചെയ്യപ്പെട്ടയാൾ സ്വമേധയാ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ശബ്ദരേഖയിൽ പറയുകയാണ് അദ്ദേഹത്തിന് മേൽ സമ്മർദ്ദമുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദമാണ് പുറത്തു വന്നത്. അദ്ദേഹത്തിന്റെ ശബ്ദരേഖയാണ് പുറത്ത്. ആയിക്കോട്ടെ, എതിർത്തോ അനുകൂലിച്ചോ ആണെങ്കിൽ പോലും ആത്മഹത്യ ചെയ്തയാളെ ശബ്ദം പുറത്തു വന്നു. ആ ശബ്ദം നിങ്ങൾക്കെതിരാണ്. അത് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല. ഇനി ഗോവിന്ദ മാഷ് പറഞ്ഞത് AI ആണെന്ന് പറയോ? ഗോവിന്ദ മാഷ് പറഞ്ഞ പോലെ AI ആണെന്ന് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ? നാട്ടിലേക്ക് അത്യാവശ്യം തെളിവൊക്കെ കള്ളത്തെളിവ് ഉണ്ടാക്കുമ്പോ അതിനും വേണ്ട ഒരു യുക്തി, കള്ളത്തെളിവൊക്കെ ഉണ്ടാക്കുമ്പോ ഒരു യുക്തി വേണം. എന്നിട്ട് ഈ DCC സെക്രട്ടറി പറയാണ് താങ്കളോട് ചർച്ച ചെയ്യാൻ ചോദിക്കുക. വൈശാഖ് മരിച്ചയാളുടെ ശബ്ദമാണ് പുറത്തു വന്നിട്ടുള്ളത്. ആ ശബ്ദം അദ്ദേഹത്തിന്റെ അഭിപ്രായമുണ്ടോ? അദ്ദേഹത്തിന്റെ ശബ്ദമല്ല എന്ന് അരുണ അഭിപ്രായമുണ്ടോ? അരുണ എന്തിനാണ് ഉരുണ്ടുരുണ്ട് സമയം കളയുന്നത്? നിങ്ങൾ ഉരുണ്ടുരുണ്ട് പുത്തിരിക്കണം. 4 റൗണ്ട് ഉരുണ്ട് കഴിഞ്ഞു. നിങ്ങൾ ഉരുണ്ടുരുണ്ട് ഏതുവരെ എത്തുവിനി? അതിനുവേണ്ടി രണ്ടുപേരും കൂടി തട്ടിക്കൂട്ട് മുന്നണിയായിട്ട് വന്നിട്ട് യഥാർത്ഥത്തിൽ അഡ്രസ് ചെയ്യേണ്ട കോസിനെ അഡ്രസ് ചെയ്യാതെ പ്രചരണവുമായിട്ട് ഇറങ്ങി.
ഞാനൊന്നും പറഞ്ഞോണ്ടിരുന്നു. ആര് കരഞ്ഞത് മതി, നിർത്തൂ. എവിടെ കരയണോ? അന്തസ്സായിട്ട് ഇത് പറഞ്ഞതിന് പോയിന്റാ വീണ്ടും വീണ്ടും പറഞ്ഞത്. പറഞ്ഞാൽ ശരി, ശരി. കൂടിയ point ഒരെണ്ണം പറയ്. അത് മാധ്യമങ്ങൾക്ക് കരഞ്ഞോണ്ടിരിക്കുകയല്ലേ? അന്വേഷണം കേട്ടോണ്ടിരിക്കുകയല്ലേ? അന്വേഷണം നടക്കട്ടെ, അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിൽ തെളിയട്ടെ, അന്വേഷണത്തിൽ തെളിയട്ടെ. ഈ ആത്മഹത്യക്ക് പിന്നിൽ കൊലയാളി കോൺഗ്രസ്. ശരി, വൈഷ്ണവിന്റെ അതൊരു പുതിയ ആരോപണം. ശരി, പോലീസ്. ശരി, അന്വേഷിക്കട്ടെ പോലീസ്. അന്വേഷണത്തിൽ സത്യം തെളിയട്ടെ. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നന്ദി വനിതാ BLO കാര്യങ്ങൾ വിശദമായി വെളിപ്പെടുത്തിയതിന്. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, സന്ദീപ് വാര്യർ, MK അശോക് കുമാർ, S രാജേഷ് ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.